പുകവലി, വെറ്റില മുറുക്ക്, ഈ ദുരന്തത്തിൽ നിന്നും ഒരു മോചനം വേണോ? ഹെർബൽ ഡൈജസ്റ്റിന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സസ്നേഹ നമസ്കാരം. പുകവലി അഥവാ വെറ്റില മുറുക്ക്, ചുരുക്കി പറഞ്ഞ പുകയിലയുടെ ഉപയോഗം, ഇത് നമ്മുടെ സമൂഹത്തെ വളരെയധികം ദുരന്തമായിട്ട് ബാധിച്ചിരിക്കുന്ന ഒരു വിഷയമാണ്. പലപ്പോഴും ഇതിൽ നിന്ന് മോചനം നേടാൻ നമ്മൾ ശ്രമിക്കാറുമുണ്ട്. എല്ലാ ഡിസംബർ 25 ആകുമ്പോഴേക്കും ഒരു പ്രതിജ്ഞ എടുക്കും പലരും. ജനുവരി 1 തൊട്ട് ഇനി പുകയിലെ തൊടുകയില്ല എന്ന്. പക്ഷെ ഒരു 5-ാം തീയതി ആകുമ്പോഴേക്കും പ്രതിജ്ഞയൊക്കെ അങ്ങ് മാറ്റിവെക്കും, വീണ്ടും ആരംഭിക്കും. ഇതൊരു സാധാരണ അനുഭവമല്ലേ? അപ്പൊ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. അതിനുള്ള മാർഗമുണ്ട്. കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, വളരെ സിമ്പിളായ മാർഗമുണ്ട്. നമുക്കറിയാം, പുകയിലയുടെ ജന്മദേശം എന്ന് പറയുന്നത് മെക്സിക്കോയും പെറുവും ഒക്കെയാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ് ഇതിന്റെ ഉപയോഗം ആദ്യം തുടങ്ങിയത്, പിന്നെയാണ് നമുക്ക് വന്നത്. അവിടെയും ഈ ദുരന്തം ഉണ്ടായിരുന്നത് കൊണ്ട് ഇതിനെ ഒന്ന് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അവരന്വേഷിച്ചു. അതായത് ലാറ്റിൻ അമേരിക്കൻ ഗോത്രവർഗങ്ങള് പുകയിലയിൽ നിന്ന് രക്ഷപ്പെടാൻ, പുകയിലയുടെ ഈ അഡിക്ഷനിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഉപയോഗിച്ചിരുന്ന ടിപ്സ് നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇതിനകത്തെ പ്രധാന സബ്ജക്റ്റ്. ഇതിനകത്ത് നമ്മൾ 4 വിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1, പുകയിലയോടുള്ള ആസക്തി കുറയ്ക്കുക. 2, പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് പകരം എന്ത്. 3, കാലങ്ങളായ ഉപയോഗം കൊണ്ട് ഉള്ളിൽ പെട്ടുപോയിട്ടുള്ള നിക്കോട്ടിൻ ഇല്ലാണ്ടാക്കാൻ എന്ത് ചെയ്യണം. 4, എന്താണോ ഇത് നിർത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെ, അവയെ പരിഹരിക്കാൻ എന്ത് ചെയ്യണം. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ആദ്യം, പുകയിലയോടുള്ള ആസക്തി കുറയ്ക്കാൻ എന്ത്. ജിഞ്ചറോൾ എന്ന് പറയുന്ന ഒരു സാധനം, പുകയിലയുടെ മണത്തിനോടുള്ള ആസക്തി. നമുക്ക് ആരെങ്കിലും വലിക്കുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ സ്മെല്ല് വരുമ്പോഴാണല്ലോ കൂടുതൽ ആസക്തി വരിക. പുകയിലയുടെ മണത്തിനോടുള്ള ആസക്തി ഇല്ലാതാക്കാൻ ജിഞ്ചറോൾ എന്ന് പറയുന്ന വസ്തുവിന് കഴിയും എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ജിഞ്ചറോൾ കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് അറിയുമോ? ഇഞ്ചിക്കകത്തു നിന്നാണ്. ഇഞ്ചി, നമ്മുടെ നാടൻ ഇഞ്ചിക്കകത്തുനിന്ന്. നാടൻ ഇഞ്ചി തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്ത് ചെറുനാരങ്ങാ നീരും പിഴിഞ്ഞൊഴിച്ച് കല്ലുപ്പും ചേർത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ മതി. പുകവലിയോടൊരു ആസക്തി വരുന്ന സമയത്ത് ഇതേലൊരു കഷ്ണം വായിലിട്ട് വളരെ സാവകാശം ചവച്ചുകൊണ്ടിരുന്നാൽ ആ ആസക്തി വിട്ടും വലിക്കണം, അപ്പൊ തന്നെ വലിക്കണം എന്നുള്ള തോന്നൽ മാറും. നമ്മൾ സ്ഥിരം പുകവലിക്കാരന്റെ ശരീരത്തിൽ പുകയിലയുടെ അംശം ചെന്ന് വൈറ്റമിൻ സിയുടെ കുറവ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ വൈറ്റമിൻ സിയുടെ കുറവുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് ആസക്തി കൂടുകയും ചെയ്യും. വലിക്കണം എന്ന് തോന്നും, മറ്റ് ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെ തോന്നുമ്പോൾ. അതില്ലാണ്ടാക്കാനായിട്ട് ചെറുനാരങ്ങ ധാരാളം ഉപയോഗിക്കുക, നെല്ലിക്ക ഉപയോഗിക്കുക. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസിയെ ഇല്ലാണ്ടാക്കിയാൽ ഒരു നല്ല പരിധി വരെ വിഷമങ്ങൾ കുറയ്ക്കാനായിട്ട് പറ്റും. ഇനി ഉള്ളിൽ പെട്ടുപോയി, കുറേയേറെ നിക്കോട്ടിൻ ഉള്ളിൽ പെട്ടു, അതിനെ നമ്മൾ പുറന്തള്ളണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിക്കോട്ടിൻ അധികമായിട്ട് ശരീരത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ മഗ്നീഷ്യം, സിങ്ക് തുടങ്ങിയവയുടെ അളവ് ശരീരത്തിൽ കുറവായിരിക്കും. അപ്പൊ അതിനെ പരിഹരിക്കാൻ പറ്റണം. അങ്ങനെ പരിഹരിക്കാനുള്ള ഒരു ചെറിയൊരു വിദ്യയും കൂടിയുണ്ട്. മത്തങ്ങ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലുള്ള മത്തങ്ങ. ഈ മത്തങ്ങയുടെ കുരു വറുത്ത് തിന്നാൽ മതി. മത്തങ്ങ സമൃദ്ധമായിട്ട് കിട്ടുന്ന സമയത്ത് അതിന്റെ കുരു വറുത്ത് വെച്ചിട്ട് അത് സ്റ്റോക്ക് ചെയ്ത് വെക്കുക, എടുത്ത് കഴിക്കുക. ഇത് മാത്രമേ വേണ്ടൂ, ഇത്രയും കൊണ്ട് പരിഹാരമാവും. പണ്ടേ നമ്മുടെ നാട്ടുവൈദ്യത്തില് നിക്കോട്ടിൻ ഉപയോഗിക്കുന്നതിന്റെ ദോഷങ്ങൾ പോകാൻ മത്തങ്ങയുടെ മാന്നി ഉപയോഗിക്കാൻ പറയായിരുന്നു. മാന്നി എന്ന് പറഞ്ഞാൽ ഈ വിത്തൊക്കെ വെച്ചിരിക്കുന്ന, അല്ലെ ഈ അരിയിരിക്കുന്ന ഒരു സ്പോഞ്ചി ആയിട്ടുള്ള ഒരു ഭാഗമുണ്ടല്ലോ, ഇത് തിന്നാൻ പറയുമായിരുന്നു. അപ്പൊ ഏതായാലും നമ്മുടെ നാട്ടിലും ആ വൈദ്യത്തില് ഇങ്ങനൊരു സാധ്യത ഉണ്ടെന്ന് അവർ കണ്ടെത്തിയിരുന്നു. അപ്പൊ ഇതാണ്, ഈ 4 സ്റ്റെപ്പുകളാണ് ശരിക്കും പറഞ്ഞാല് ഈ പുകയിലയുടെ അമിതമായ ആസക്തിയെ ഒഴിവാക്കിക്കൊണ്ട് ഇതിനെ ഒഴിവാക്കാൻ പറ്റുന്നതും ശരീരത്തിന്റെ സുസ്ഥിതിയെ നിലനിർത്താൻ പറ്റുന്നതുമായ കാര്യങ്ങൾ. ഈ മത്തങ്ങയുടെ കുരു കഴിക്കുമ്പോഴേ
സാധാരണ നമ്മൾ പുകവലിയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ ഉറക്കക്കുറവ്, ദേഷ്യം കൂടി വരിക, ഇതൊക്കെയാണല്ലോ പ്രശ്നങ്ങൾ. ഈ പ്രശ്നത്തിനെ പരിഹരിക്കാനായിട്ട് പറ്റും. അമിതമായിട്ടുണ്ടാകുന്ന ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ മത്തങ്ങയുടെ കുരുവിലുള്ള, അതായത് ഈ സിങ്കും മഗ്നീഷ്യവും, ആ സാധനം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു നേട്ടം. ടിപ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മളെ പോലെ ബുദ്ധിമുട്ടുന്ന അനവധി ആളുകൾ, അല്ലെ പുകയിലയുടെ ദൂഷ്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന വരികാരും അവരുടെ വീട്ടുകാരും ഉണ്ട്. അവരിലേക്ക് എത്തിക്കാനായിട്ട് യാതൊരു മടിയും കാണിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒപ്പം ഇതിൻ്റെ കൂടെ ഒരു വിശേഷാൽ അപേക്ഷ കൂടെ സമർപ്പിക്കുകയാണ്. പാരമ്പര്യ വൈദ്യത്തിന്റെ ടിപ്സാണ് നമ്മൾ എപ്പോഴും, പാരമ്പര്യ നാട്ടുവൈദ്യത്തിന്റെ പ്രതിവിധികളാണ് നമ്മൾ എപ്പോഴും യൂട്യൂബ് വഴി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. നിലവിൽ വളരെ ദുർഘടമായ ചില സാഹചര്യങ്ങളുണ്ട്. പാരമ്പര്യ വൈദ്യന്മാരെ പരിപൂർണമായിട്ട് ഒഴിവാക്കാനുള്ള സംവിധാനങ്ങൾ അണിയറയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പകരം പാരമ്പര്യ വൈദ്യത്തിന്റെ അറിവുകളെ, നാട്ടുവൈദ്യ അറിവുകളെ സ്വീകരിക്കാൻ അഥവാ ചോർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആര് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. സുസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരാളിന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവും. പാരമ്പര്യ അറിവുകളെ ചോർത്തിയെടുക്കാൻ വളരെ നല്ല പരിശ്രമം നടക്കുന്നുണ്ട്. എന്നാൽ വൈദ്യന് ചികിത്സിക്കാനായിട്ട് സ്വാതന്ത്ര്യവും ഇല്ലതാനും. ആ ഭാഗം വിട്ടുകളഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു പാരമ്പര്യ വൈദ്യൻ പ്രമുഖമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സ എന്താണോ, ആ ചികിത്സ എന്താണ്, എങ്ങനെയാണ്, അതിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയർ എന്താണ്, അതിനുപയോഗിക്കുന്ന മരുന്ന് എന്താണ്, ആ മരുന്നിലുള്ള ഘടകങ്ങൾ എന്താണ്, ആ മരുന്നിന്റെ നിർമ്മാണം എങ്ങനെയാണ്, ആ നിർമ്മിച്ച മരുന്ന് അവരെ തന്നെ ഏൽപ്പിച്ച് അത് ടെസ്റ്റ് ചെയ്ത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഇത്രയും സംവിധാനങ്ങൾ കൃത്യമായി റെക്കോർഡ് ചെയ്ത്, വീഡിയോയോട് കൂടി തന്നെ റെക്കോർഡ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പാരമ്പര്യ വൈദ്യന്മാർക്ക് ചികിത്സിക്കാൻ പറ്റും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അഥവാ ഇതിൽ പെട്ടുപോയിരിക്കുന്ന വൈദ്യന്മാർ പെട്ടിരിക്കുന്നത്. പക്ഷെ ഓർക്കണം, ഈ അടുത്ത കാലത്ത് വന്നൊരു കോടതി വിധി, അതായത് വനവാസിയായ ലക്ഷ്മിയമ്മ ധാരാളം പച്ചമരുന്നുകളെ ഐഡന്റിഫൈ ചെയ്യാനും ചികിത്സിക്കാനും ബഹുമിടുക്കിയാണ്. ലോകം മുഴുവൻ അത് അംഗീകരിച്ചു. നമ്മുടെ ഗവൺമെന്റ് പത്മ അവാർഡ് നൽകി അവരെ ബഹുമാനിച്ചിട്ടുണ്ട്. ആ ലക്ഷ്മിയമ്മയ്ക്ക് പോലും ചികിത്സിക്കാൻ അനുവാദമില്ല എന്ന് അസന്നിഗ്ധമായി കോടതി വിധിയുണ്ട്. അസന്നിഗ്ധമായി കോടതി വിധിയുണ്ട്. അപ്പോൾ ഈ അവാർഡൊന്നും കിട്ടാത്ത സാധാരണ വൈദ്യന്മാരുടെ സ്ഥിതിയോ? ഒരു മഞ്ഞപ്പിത്തത്തിന് 1-2 പ്രാവശ്യം കൊടുക്കുന്ന മരുന്ന് കൊണ്ട് ഒരിക്കലും വരാത്ത രീതിയിൽ അത് ശരിയായ വണ്ണം ക്യൂർ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ, ഇല്ലാണ്ടായി പോകുന്നുണ്ടെങ്കിൽ, അതിന് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ പാരമ്പര്യ നാട്ടുവൈദ്യം മോശമാണോ? അല്ല. അതുകൊണ്ട് പാരമ്പര്യ വൈദ്യത്തെ സ്നേഹിക്കുന്ന ഏവരോടും ഉള്ള ഒരു വിശേഷ അഭ്യർത്ഥന എന്തെന്നാൽ, വൈദ്യന്മാർ മാത്രം നിരൂപിച്ചാൽ ഇതിന് പരിഹാരമാവില്ല. മറിച്ച് ഇതിനെ സ്നേഹിക്കുന്ന നിങ്ങളുടെ പരിചയത്തിലേക്ക് പരമാവധി നാട്ടുവൈദ്യത്തിനെ സംരക്ഷിക്കണം എന്നുള്ള സന്ദേശം സ്പ്രെഡ് ചെയ്യാനായിട്ട് തയ്യാറാവണം. എന്ന് മാത്രമല്ല, പുതിയ തലമുറയ്ക്ക് ഇത്ര ക്വിക്കായിട്ട് റിസൾട്ട് കിട്ടുന്ന, ഇത്ര സൈഡ് എഫക്റ്റ് ഇല്ലാതെ റിസൾട്ട് കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടെന്ന് ആര് പറഞ്ഞു കൊടുക്കണം? നമ്മൾ പറഞ്ഞു കൊടുക്കണം. പുതിയ തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. കാരണം മോഡേൺ എഡ്യൂക്കേഷനാണ് സയന്റിഫിക് ആയിട്ടുള്ളത്. അതുകൊണ്ട് മാത്രമാണ് എല്ലാം ശരി എന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, സീറോ കണ്ടുപിടിച്ച് ഏതൊരു സായിപ്പാണെന്നാണല്ലോ അവരെ പഠിപ്പിച്ചിരിക്കുന്നത്? ഇന്ത്യക്കാരനാണ്. സായിപ്പ് ഇതൊക്കെ ചിന്തിക്കുന്നതിന് എത്രയോ കാലം മുമ്പ്. പൈ എന്ന് പറയുന്നതിന്റെ പൈയുടെ മൂല്യം കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരനാണ്. സായിപ്പ് ചിന്തിക്കുന്നതിന് എത്രയോ കാലം മുമ്പ് തന്നെ. ആകാശത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഗ്രഹങ്ങളുടെയും അതിന്റെ വ്യാസം എത്രയാണ്, അതിന്റെ ദൂരം എത്രയാണ്, അതിന്റെ സഞ്ചാരം എങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായിട്ട് ഇവിടുത്തെ ആര്യഭടൻ, ഈ ഇന്ത്യയിലെ ആര്യഭടനാണ് കണ്ടുപിടിച്ചത്. വേറൊരു സായിപ്പ് അല്ലെന്ന് ഓർക്കണം. ഒരു വിദേശിയല്ലത് കണ്ടുപിടിച്ചത്. നമ്മുടെ ശാസ്ത്രം മോശമാണോ? ഒരു സൂര്യരശ്മിയുടെ
അതായത് സൂര്യനിൽ നിന്ന് വരുന്ന റേസിലെ ഒരു റേയുടെ വ്യാസം എത്രയാണ്, ഡയമീറ്റർ എത്രയാണെന്ന് കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണ്. അപ്പോൾ ഏതെങ്കിലും ശാസ്ത്രത്തിൽ നമ്മൾ പുറകോട്ടാണോ? ഇനി ഇതൊന്നും വേണ്ട, സർജറി ആണല്ലോ ഇവിടുത്തെ വലിയ സംഭവം. സർജറി കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരനാണ്. അപ്പം ഇന്ത്യയുടെ പാരമ്പര്യമായ മഹത്തായ അറിവുകളെ കുറിച്ച് അറിവില്ലാത്ത പുതിയ തലമുറ, ആധുനിക തലമുറ, അവര് മുഴുവൻ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് മോഡേൺ എഡ്യൂക്കേഷൻ ആണ് ശരി, മോഡേൺ എഡ്യൂക്കേഷൻ ആണ് സയന്റിഫിക് എന്നാണ്. അല്ല എന്നുള്ള സത്യം അവരുടെ മനസ്സിലേക്ക് കൊടുത്താൽ അവർ ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും, ഭാരതത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും, ഈ നാട്ടിലെ ചികിത്സാ സമ്പ്രദായങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കാൻ തുടങ്ങും. അത് നിലനിർത്തേണ്ടത് ആവശ്യമാണെന്ന് അവർ പറയും. ഇനി വരുന്ന തലമുറ അവരാണ്. അതുകൊണ്ട് ശക്തമായ ശബ്ദം അവരിൽ നിന്ന് പുറത്തു വരണം. ആ പുറത്തു വരണമെങ്കിൽ അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിച്ചേ പറ്റുള്ളൂ. ഞങ്ങൾ മാത്രം, വൈദ്യന്മാര് മാത്രം ശ്രമിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും, ഇതിനെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ പാരമ്പര്യത്തെ നിലനിർത്താനായിട്ട് ശ്രമിക്കണം എന്നൊരു വലിയ അഭ്യർത്ഥനയുണ്ട്. ഒപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോഴേ പല കാര്യങ്ങളും, സ്വന്തമായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ മാറ്റിവെച്ചുകൊണ്ടാണ് പലപ്പോഴും പോകുന്നത്. മുമ്പോട്ട് പ്രവർത്തിച്ചു പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. അത് തന്നെയല്ല, ചികിത്സയ്ക്ക് വിലങ്ങിട്ട് വരുന്നത് കൊണ്ട് പല കാര്യങ്ങളെക്കുറിച്ചും പബ്ലിസൈസ് ചെയ്യാനും പറ്റില്ല, അല്ലാതെ മറ്റുള്ളവർക്ക് അറിയാനും മാർഗമില്ല. അതുകൊണ്ട് രഹസ്യമായിട്ടാണ് ഇപ്പോഴും പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. എന്റെ ഒരു അഭ്യർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ, ഹെർബൽ ഡേയ്സിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ തങ്ങളാലാവും വിധം ഉള്ള സഹായ സഹകരണങ്ങൾ നൽകണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഈ വീഡിയോയിൽ തന്നെ ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്തോ അല്ലെ UPI ID മുഖാന്തരമോ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ അതെന്താണെന്നാൽ സ്വന്തമായ താല്പര്യം അനുസരിച്ച് ചെയ്യണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.